കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട 2025 പ്രാരംഭ സഭാരാധനയെ കൂടിയിരുവാൻ സ്വർഗ്ഗദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകൾക്കായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും സൂമിലൂടെയും അതുപോലെ തന്നെ വിവിധമായ മാധ്യമങ്ങളിലൂടെയും ദൈവാലയത്തിൽ കർത്താവിനോടൊപ്പം ഒരുമിച്ചായിരിക്കുന്ന നമുക്കെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കർത്താവ് നമുക്ക് ദാനമേ നൽകിയല്ലോ. അല്പനേരം ചിന്തയ്ക്കായിട്ട് വേദഭാഗം വായിച്ച് അല്പനേരം മാത്രം ദൈവവചനം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വേദഭാഗം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വേദഭാഗം ശബ്ദമുയർത്തി വായിക്കാം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവീൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് മിക്കവാറും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ സ്തോത്രം മിക്കവാറും ബൈബിളിനെ പറ്റി നമ്മൾ ആഴമായി പഠിക്കുന്നവരാണ്. കാരണം പലർക്കും ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിലും ബൈബിളിനെ പറ്റി ആഴമായി മനസ്സിലാക്കാൻ പറ്റാതെ ഇരിക്കുന്ന അനേകം പേരുണ്ട്. പുതുതായി കേൾക്കുന്ന ദൈവവചനങ്ങളൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലപ്പോഴൊക്കെ ഇൻട്രഡക്ഷനായിട്ട് ദൈവവചനത്തിൻ്റെ ചില തനതായ സത്യങ്ങൾ പിന്നെയും ആവർത്തിക്കപ്പെടും. നമുക്കറിയാം, പുതിയ നിയമം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പ്രധാനപ്പെട്ട എത്ര ഡിവിഷനുണ്ട്? 4 ഡിവിഷനുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന അറിയാമോ? എന്താണ് പുതിയ നിയമം എന്നറിയാമോ? എന്താണ് പുതിയ നിയമം, എന്തൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന അറിയാമോ? ഒന്ന്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, അതുപോലെ ജീവിതം, ഗിരിപ്രഭാഷണങ്ങൾ ഉൾപ്പെടെ, അതായത് തൻ്റെതായ ടീച്ചിങ്, തൻ്റെ അത്ഭുതങ്ങൾ, അതിനോടൊപ്പം മരണം, അതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പ്, അത് കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്ന ഭാഗമാണ് ഏത്? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പ്രൈസ് ദി ലോർഡ്. അതുമുതൽ, അതായത് ബാക്കിയുള്ളതായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും പോയ ശേഷം, സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിൽ വന്നതും സഭ ഹല്ലേലൂയ സ്തോത്രം സ്ഥാപിതമായതും ആ സഭയ്ക്കകത്ത് അപ്പോസ്തലന്മാർ മുഖാന്തരവും അതിനോടൊപ്പം തന്നെ ദൈവസഭ ഏതു വിധത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്നും അവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു എന്നും അത്ഭുതങ്ങൾ എങ്ങനെയായിരുന്നു എന്നും ദൈവസഭ എങ്ങനെയായിരിക്കണമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളതായ ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ റോമാലേഖനം മുതൽ യൂദാ വരെയുള്ള ലേഖനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി എങ്ങനെ ക്രിസ്തുവിന് പ്രയോജനകരമായി ജീവിക്കണമെന്ന് അത് വ്യക്തിപരമായ ജീവിതത്തിലും ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരം എഴുതപ്പെട്ട ഭാഗമാണ് ലേഖനങ്ങൾ. എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ ദൈവമക്കൾ എങ്ങനെയായിരിക്കണം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം, മരണം വരെ എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 വേദഭാഗങ്ങൾ മാത്രമേ കർത്താവിൻ്റെ വരവിനെ പറ്റിയൊക്കെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ ലോക ജീവിതത്തിൽ ഒരു ദൈവസഭ, ദൈവമക്കൾ, വിളിച്ചു വേദനിക്കപ്പെട്ടൊരു കൂട്ടം എങ്ങനെയായിരിക്കണമെന്ന് വളരെ ആഴമായ നിലവാരത്തിൽ ഓരോ വാക്യങ്ങളും ലളിതമായി പറയുന്ന ഭാഗമാണ് ലേഖനങ്ങൾ, എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അല്പം മാത്രം തൊടുത്തുവിട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവും അതിനുശേഷമുള്ള സംഭവങ്ങളെയും വളരെ ആഴമായി പറയുന്നൊരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് ശേഷം ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും, ദൈവത്തെ അറിഞ്ഞവർക്ക് എന്ത് സംഭവിക്കും, ദൈവത്തെ അറിയാത്തവർക്ക് എന്ത് സംഭവിക്കും, യഹൂദന്മാർക്ക് എന്ത് സംഭവിക്കും, ജാതികൾക്ക് എന്ത് സംഭവിക്കും, ഈ ലോകത്തിലുള്ള സകല ജാതികൾക്കും സകല വ്യക്തികൾക്കും എന്തു സംഭവിക്കുമെന്നും ഈ ഭൂമിയെ പറ്റിയുള്ള ആഴമായ പഠനങ്ങളാണ് വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, യേശു കർത്താവിൻ്റെ ജനനം മുതൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ നിത്യത, എറ്റേണിറ്റി വരെയുള്ള ആഴമായൊരു പഠനമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമം വളരെ പ്രശസ്തമാണ് ദൈവസഭയ്ക്ക്. കാരണം
യേശു കർത്താവിൻ്റെ പഠിപ്പീരും ജീവിതവും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തികമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ്. അപ്പോൾ പുതിയ നിയമം എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴമേറിയ ചിന്തകളടങ്ങുന്ന ഒരു ദൈവജനത്തെ നിലനിർത്തുന്ന ഭാഗമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗം നിൽക്കുന്ന ലേഖന സമാഹാരത്തിൽ ഞാൻ പറഞ്ഞു എത്ര ലേഖനങ്ങളുണ്ട് മൊത്തത്തിൽ? 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനങ്ങൾ. അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം ആരൊക്കെയാണ് എഴുത്തുകാർ? പൗലോസ് അപ്പോസ്തലൻ എഴുതി, യാക്കോബ് അപ്പോസ്തലൻ എഴുതി, അതുപോലെ പത്രോസ് എഴുതി, യോഹന്നാൻ എഴുതി, അതുപോലെ യൂദ എഴുതി. അങ്ങനെ 5 എഴുത്തുകാരാണ് ലേഖനങ്ങളിൽ ഉൾപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ ഹല്ലേലൂയ സ്തോത്രം റോമാലേഖനം മുതൽ യൂദ വരെയുള്ള ലേഖനങ്ങൾ മൊത്തത്തിൽ നമ്മൾ പഠിച്ചാൽ, എല്ലാവരും ദൈവാത്മാവിലാണല്ലോ എഴുതപ്പെട്ടത്, നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരേ ആശയത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളുടെ വിവിധമായ മേഖലകളിലേക്ക് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന നിലവാരങ്ങളെക്കുറിച്ചാണ് ഈ റോമാലേഖനം മുതൽ യൂദ വരെയുള്ള ലേഖനത്തിൽ കാണുവാൻ സാധിക്കും. ഇതിൽ നമ്മൾ അനേകം പാർട്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വിശ്വാസത്തിന് ആധാരമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ 3 വിധത്തിലാണ് അതിനെ നമുക്ക് വിഭാഗിക്കാൻ കഴിയുന്നത്. വിശ്വാസത്തിന് ആധാരം, ഞാൻ തിയോളജി പരമായി നമുക്ക് 4 ഡിവിഷനുണ്ട്. നമുക്കറിയാം കാരാഗ്രഹ ലേഖനങ്ങൾ, പൊതുവായി ഇങ്ങനെ 4 ഡിവിഷനുണ്ട്. ഞാനത് പറയുന്നില്ല. എന്നാൽ ഒരു വിശ്വാസത്തിന് ആധാരമായി ഒരു വ്യക്തി ജീവിക്കേണ്ടത് വിശ്വാസത്തിലായിരിക്കണം. ദൈവമക്കൾ ജീവിക്കുന്ന വിശ്വാസത്തിലാണ്. ഒരിക്കലും ഒരു ബുദ്ധി വൈഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പുതിയ പുതിയ തന്ത്രങ്ങളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും ലോകം. അല്ലയോ സ്തോത്രം. ഏറ്റവും അധികം അപ്ഡേറ്റ് ആയിട്ടുള്ള അനേകം കാര്യങ്ങൾ നമുക്കറിയാം. ഒരു മനുഷ്യനെ തന്നെ രൂപീകരിക്കുവാനും അതുപോലൊരു പ്രവൃത്തി അല്ലയോ സ്തോത്രം ഈ ലോകത്തിൽ നടക്കുവാൻ വേണ്ടി മനുഷ്യർ അതിനുവേണ്ടി യന്ത്രങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ബർത്ത് ഇന്ന് ലോകത്തിലുണ്ട്. ഒന്ന് എന്താണ് അല്ലയോ സ്തോത്രം? ഒന്ന് ബയോളജിക്കൽ ബർത്ത്, 2 അല്ലയോ സ്തോത്രം നമ്മുടെ യന്ത്രങ്ങളുടെ ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് ഒരു ബർത്ത്. അങ്ങനെ 2 ബർത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം റോബോട്ടുകളായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ബുദ്ധി കൊണ്ട് ദൈവത്തെ നമുക്ക് ഒരിക്കലും ആരാധിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവവചനപ്രകാരം ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെ വിശ്വസിക്കണമെന്ന് ആഴമായി പഠിപ്പിക്കുന്ന ഭാഗമാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ എങ്ങനെ കർത്താവിനോടൊപ്പം ജീവിക്കണമെന്ന് 3 ഭാഗങ്ങളായി ഈ മൊത്തത്തിലുള്ളതായ ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, സാധാ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനയിൽ കൂടി നിന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് ആഴമായി പറയുന്ന ഭാഗമാണ് ഒന്നാമത്തെ ഡിവിഷൻ. രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരല്പം കൂടെ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഭാഗം എന്നത് ഒരു സാധാ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്ന് പറയുമ്പോൾ, രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ വിശ്വാസം, ലഭിച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗത്തുള്ള വിശ്വാസം നമ്മൾ എങ്ങനെ അതിനെ സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാം എന്ന് ചിന്തിക്കുന്ന ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിനേക്കാളും അല്പം കൂടെ ദൈവത്തിൻ്റെ വിശുദ്ധിയായിട്ടുള്ള അനുഭവം ദൈവമക്കളിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ 3 ഘടകങ്ങളിലാണ് വിശ്വാസത്തിൽ ബേസ് ചെയ്ത് ലേഖനങ്ങളെ ഉൾപ്പെടുത്തി നിൽക്കുന്നത്. പൗലോസിൻ്റെ 14 എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളും, അത് മാത്രമല്ല അല്ലിയ സ്തോത്രം 1-2 പത്രോസും, അല്ലിയ സ്തോത്രം ഹല്ലേലൂയ, നമുക്ക് അതിനകത്ത് 1-2 പത്രോസും അതുപോലെ 1-2-3 യോഹന്നാനും യൂദയും വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഒന്നുകൂടെ പറയാം, പൗലോസിൻ്റെ എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളും, അത് മാത്രമല്ല 1-2-3 യോഹന്നാൻ, അതിനോടൊപ്പം തന്നെ 1-2 പത്രോസ്, അതിനോടൊപ്പം യൂദ. ഇങ്ങനെ ഒരു ഭാഗം വിശ്വാസത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ആയിത്തീരണമെന്നും പഠിപ്പിക്കുന്ന ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥിരമായിട്ട്
വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കുന്നു പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് യാക്കോബിൻ്റെ ലേഖനം. യാക്കോബ് എഴുതിയ, അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് ഒരു സ്ഥിരമായി ദൈവസന്നിധിയിൽ എങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിനേക്കാളും അപ്പുറമാണ്. അതിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന തലയോളം വളർന്ന് ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ ദൈവജനമായിരിക്കണം എന്ന ഭാഗമാണ്. നമ്മൾ അതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കാം. 1 പത്രോസിൻ്റെ ലേഖനം തന്നെ നമുക്കൊന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1-ാം 15-16 വാക്യം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം 15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി. ഇവിടെ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവ് എങ്ങനെ വിശുദ്ധനായിരിക്കുന്നുവോ അതുപോലെ മനുഷ്യൻ ആയിത്തീരും ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പരിധിവരെ ദൈവജനങ്ങളുടെ ഈ ഒരു വിശുദ്ധി ഉണ്ടോ എന്ന് നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല. പത്രോസിൻ്റെ ലേഖനം ചുമ്മാ എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്നൊരു ഭാഗവുമല്ല. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനം. ഇങ്ങനെ വിശ്വാസത്തിൻ്റെ 3 വിധമാകുന്ന തട്ടുകളാണ് നമ്മുടെ ലേഖനങ്ങൾ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ തട്ടിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥിരമായ വിശ്വാസം, അത് എങ്ങനെ ആയിരിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ വ്യക്തമായി ഈ ലേഖനങ്ങളിലൂടെ, യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ അത് വ്യക്തമായി കാണാൻ സാധിക്കും. ഈ യാക്കോബ് എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം യാക്കോബ് വേദപുസ്തകം, ദയവായി ഇങ്ങോട്ട് എല്ലാവരും നോക്കണേ ദയവായിട്ട്. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലനായ യാക്കോബാണ്. ഈ യാക്കോബ് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ 4 യാക്കോബിനെ കാണാൻ സാധിക്കും. സബദിയുടെ മകൻ ഒരു യാക്കോബുണ്ട്, അൽഫായുടെ മകൻ യാക്കോബുണ്ട്, യൂദയുടെ സഹോദരൻ യാക്കോബുണ്ട്, അതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബുണ്ട്. ഇതിൽ ഏത് യാക്കോബാണ് എഴുതിയെന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബാണ് ഈ യാക്കോബ് എന്ന് കാണുവാൻ സാധിക്കും. നമുക്കറിയാം ഈ യാക്കോബ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണം വരെ യേശുവിനെ സ്വീകരിച്ചിരുന്നില്ല. യേശു കർത്താവിൻ്റെ മരണശേഷമാണ് യഥാർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി സമർപ്പിതനായി ദൈവസന്നിധി വരുവാനിടയായിത്തീർന്നു. അവസാനമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ദൈവാത്മാവ് ദൈവസഭയെ ഉയർത്തിയപ്പോൾ യേശു കർത്താവ് ഡയറക്റ്റായി ഈ യാക്കോബ് അപ്പോസ്തലനെ ഉറപ്പിച്ച് ദൈവത്തിൻ്റെ നാമം അവർ വെളിപ്പെടുത്തിയ ഒരു അനുഭവത്തെ കാണും. ഇങ്ങനെയാണ് യാക്കോബിൻ്റെ ചരിത്രം. ആ ചരിത്രം നമുക്ക് അല്ലെങ്കിൽ സ്തോത്രം സഭാ ചരിത്രം പഠിക്കുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് അവനെ കല്ലെറിഞ്ഞു കൊന്നു എന്നാണ് യാക്കോബിനെ പറ്റി പഠിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കും. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് പരീക്ഷയിലെ കഷ്ടതയിൽ ഒരു ദൈവമകൻ്റെ മനോഭാവം എന്ന വിഷയമാണ്. അതിലല്പം മാത്രം ഇതിനകത്ത് സ്പർശിച്ചിരിക്കുന്നെങ്കിൽ തന്നെയും ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ഥിരമായ വിശ്വാസം നമുക്കെങ്ങനെ പ്രാപിക്കാം എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം ഈ ലോകത്ത്, രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. രണ്ടാമത്തെ വാക്യം മതി. നമുക്കറിയാം അല്ലെ സ്തോത്രം, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല ജീവിതം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്ന് പറഞ്ഞാൽ സുഖകരമായ ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മനുഷ്യരെല്ലാ പേരും. ഈ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നത്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ പാടില്ല, ദുഃഖങ്ങൾ പാടില്ല, ദുരിതങ്ങൾ പാടില്ല, പ്രയാസങ്ങൾ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും, ദൈവജനം മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെട്ടു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്ഥിരമായ വിശ്വാസം ഉണ്ടോ എന്ന് സംശയപ്പെടുന്ന ഒരനുഭവം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, സ്ഥിരമായ വിശ്വാസം നമ്മളിൽ വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്താണ് സ്ഥിരമായ വിശ്വാസം? നമുക്കറിയാം ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും വിശ്വാസമുണ്ട്. ഒന്നല്ലെങ്കിൽ ഒന്നിൽ വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, വിശ്വാസമുണ്ട്. ദൈവത്തെ അറിയുന്ന ദൈവമക്കൾക്കും വിശ്വാസമുണ്ട്. പക്ഷേ
ദൈവജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഒരു വലിയ പരീക്ഷ എന്ന് പറയുന്നത്, പ്രതികൂലം എന്ന് പറയുന്നത്, ലഭിച്ച വിശ്വാസത്തിൽ സ്ഥിരമായി നിൽക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ സ്ഥിരത അനുഭവിക്കാതിരിക്കാൻ തക്കവണ്ണം ഒരുപാട് വിഷയങ്ങളിലൂടെ, ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ നടന്നു പോകുന്ന ജനമാണ് ദൈവജനം എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിവിധമായ പരീക്ഷകളിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, ഒരു സ്ഥിരമായിട്ടുള്ള വിശ്വാസം, സ്ഥിരമായിട്ടുള്ള രക്ഷ, സ്ഥിരമായിട്ടുള്ള മാനസാന്തരം, സ്ഥിരമായിട്ടുള്ള ആത്മീയ ജീവിതം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ പൊതുവായി പറയുന്ന ഭാഗം ഇത്ര തന്നെയാണ്: സ്ഥിരമായ വിശ്വാസം, സ്ഥിരമായിട്ടുള്ള രക്ഷ, സ്ഥിരമായിട്ടുള്ള ക്രൈസ്തവ ജീവിതം, പൊതുവായി സ്ഥിരതയോടെ കർത്താവിനെ ആരാധിക്കുക എന്നുള്ള അനുഭവമാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ജീവിതത്തിൽ സ്ഥിരപ്പെടുത്താത്ത ഒരുപാട് അനുഭവത്തിലൂടെ പൈശാചികൻ കടത്തിവിടുന്നു എന്ന് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു പിശാചായവന്, ഹല്ലേലൂയ സ്തോത്രം, ഒരു പരീക്ഷ കടത്തിവിടുന്നതിന് ഏറ്റവും വലിയ കാരണം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷങ്ങളല്ല, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രയാസങ്ങളും മുമ്പിൽ സ്ഥിരമായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവജനം ആഗ്രഹിക്കുമ്പോൾ തന്നെ പിശാച് ആഗ്രഹിക്കുന്ന അതിനെങ്ങനെ എന്ത് ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം എന്നാണ് പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, സ്ഥിരതയില്ലാത്ത ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ, പ്രാരംഭമായി കർത്താവിന് വേണ്ടി ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്ത അനുഭവം, പ്രാരംഭമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന പൂർണ്ണമായി ജീവൻ നയിക്കുവാൻ കഴിയാത്ത അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരാത്മീയ ജീവൻ തന്നെ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം മുൻപോട്ട് പോകാൻ സാധ്യതയില്ലാത്ത ഒരുപാട് വിഷയങ്ങളിലൂടെ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ ദൈവജനങ്ങളുടെ വരുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചു പോകേണ്ട, കർത്താവേ, എനിക്ക് ആ വിശ്വാസത്തിൻ്റെ ഒരു തിരിച്ചു വരവ് എനിക്ക് സാധ്യമാകുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏതു സമയത്ത് തിരിഞ്ഞു വന്നാലും നിശ്ചയമായി ലഭിച്ച വിശ്വാസവും പ്രാപിച്ച വിശ്വാസത്തിനനുസൃതമായ ഒരു ജീവിതം കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ സ്തോത്രം, ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടത്തിവിട്ട്, ചില ദുഃഖങ്ങൾ കടത്തിവിട്ട്, ചില നിരാശകൾ കടത്തിവിട്ട്, വിശ്വാസ ജീവിതത്തിൻ്റെതായ അല്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കത്തക്ക നിലവാരത്തിൽ അല്ലെങ്കിൽ എങ്ങനെയും തകർത്ത് കളയാൻ ചില വിഷൻ ഒരു ശത്രുവിനുണ്ട്. പക്ഷേ ദൈവജനം എത്രത്തോളം അതിനെതിരായുള്ള വിഷൻ ഉണ്ടായിരിക്കുന്നു വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഈ ലോകത്തിൽ ഒരു ദൈവ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്ത് വരുന്ന ഒരു ദൈവജനം എങ്ങനെയാണ് അവനെ തകർക്കാമെന്ന് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ പിശാച് പ്ലാനിങ് ഇടും. പ്രാരംഭം മുതലേ പ്ലാനിങ് ഇടും. അങ്ങനെയാണെങ്കിൽ ദൈവജനമായ നമുക്ക് എത്രത്തോളം വലിയൊരു വിഷനും പ്ലാനിങ്ങും ആവശ്യമാണ്. ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ പിശാച് അതിൽ ചില എന്ത് ചെയ്യാണ്, ചില തന്ത്രങ്ങൾ മെനയുകയാണ്. അവനെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിൽ നിന്നും അടർത്തിക്കളയാമെന്ന്. പക്ഷേ നമുക്ക് ദൈവത്തെ അറിയുന്ന ദൈവജനങ്ങളെ സംബന്ധിച്ച് അതിനേക്കാൾ അപ്പുറമായൊരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ വിശ്വാസ ജീവിതം തകർക്കപ്പെടുന്ന ജീവിതമുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അത് തകരുന്ന അനുഭവങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ പിന്നെയും റീക്രിയേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയത്തോടുകൂടെ വരുന്ന സാഹചര്യം വരെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ഓർക്കണം, നമ്മൾ പ്രത്യേകിച്ച് പൈശാചികമായ മണ്ഡലങ്ങളോട് പോരാടുന്ന ചില വിഷയങ്ങളാണ് ഇന്ന് പകൽക്ക് അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്, ചില പ്രത്യേകമായ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മെ ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, നിലനിർത്തത്തില്ല. നമ്മൾ നല്ല രീതിയിൽ വിശ്വാസ ജീവിതം ആരംഭിക്കും, പക്ഷേ
ചില പ്രയാസങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്യും? ഡൗൺ ആയി പോകുവാനിടയായിത്തീരും. അനേകം പേർ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, ആരാധിക്കുന്ന അനുഭവങ്ങൾ, പ്രാരംഭമായി ദൈവസന്നിധിയിൽ നിന്ന അനുഭവങ്ങളൊന്നും തന്നെ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യതയില്ലാത്ത പല മേഖലകൾ അഭിമുഖീകരിക്കുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. നമ്മുടെ അനുഭവങ്ങളും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഒരു വിശ്വാസ ജീവിതം സ്ഥിരമായിട്ട് നിൽക്കുവാൻ കഴിയുമെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. 1-ാം അധ്യായത്തിൽ തന്നെ 2-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ആ വാക്യം ഒന്നും അവിടെ വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ വിവിധ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമേ. അവിടെ പറയുന്നത് വിവിധമായ പരിശോധനകൾ അതേ ജീവിതത്തിൽ വരുമ്പോൾ, അത് മാത്രമല്ല വിവിധമായ പരിശോധനകൾ മാത്രമല്ല പരീക്ഷകളും വരുവാൻ സാധ്യതയുണ്ട്. ഓർക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന ചില ഭാഗങ്ങൾ പറയുന്നു. 1, ചില പരിശോധനകൾ; 2, ചില പരീക്ഷകൾ; 3, സ്വന്തമായി വഴുതിപ്പോകുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഓർക്കണം, ജീവിതത്തിൽ 3 ഭാഗങ്ങളിൽ സ്ഥിരത നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരും. 1, പരിശോധനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ; 2, പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ; 3, സ്വന്തമായി ദൈവത്തിൽ നിന്നും വഴുതിപ്പോകുന്ന അനുഭവങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ 1-2 ഭാഗം, വിവിധമായ പരീക്ഷകൾ, പരിശോധനകൾ, ഈ 2 ഭാഗങ്ങൾ വരുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിലനിൽക്കേണ്ട കൃപയും കൂടെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കും. പക്ഷേ 3-ാമത്തെ ഭാഗമായ സ്വന്തമായി വഴുതിപ്പോകുന്ന അനുഭവങ്ങൾ, അത് വളരെ ഡേഞ്ചറാണ്. കാരണം ദൈവത്തെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ ശേഷം, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം, കർത്താവിൻ്റെ പ്രവർത്തികളെയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിശ്വാസത്തിൻ്റെ ആധാരം തിരിച്ചറിഞ്ഞ് മനസ്സിലായ ശേഷം വഴുതിപ്പോയി കഴിഞ്ഞാൽ അവരെ പറ്റി പറയുന്നത്, കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, വേറൊരു യാഗവും എന്ത് ചെയ്യുന്നില്ല? ശേഷിക്കുന്നില്ല. നമ്മൾ വായിച്ചു നോക്കാം. എബ്രായ ലേഖനം 10-26 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവജനം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അവിടെ പാപത്തെയാണ് ഇവിടെ വായിച്ചു നോക്കാമോ? എബ്രായ ലേഖനം 10-26 വാക്യം വായിച്ചേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ചെയ്യും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മതി. ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, എബ്രായ ലേഖനം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അല്ലയോ സ്തോത്രം, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഇവിടെ ഒരു പാപം എന്ന വാക്കാണ് പറയുന്നത്. പക്ഷേ അതിൽ വായിക്കുമ്പോൾ പാപം എന്ന വാക്കിനേക്കാളും വിശ്വാസത്തിൽ നിന്നും പൂർണ്ണമായി വഴുതിപ്പോകുന്ന അനുഭവം എന്ന് പറഞ്ഞ ലക്ഷ്യം തെറ്റി എന്ന് കഴിഞ്ഞാൽ, പാപത്തെ പറ്റി എന്താണ് അതിൻ്റെ എബ്രായ പദം? എന്താണ്? ഹമാഷ്യ എന്നാണ്. ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോവുക. ശ്രദ്ധയോടെ കേൾക്കണമേ, ലക്ഷ്യം തെറ്റിപ്പോവുക. അപ്പം പാപം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം പിന്നെയും പാപത്തിനടിമയായാൽ, ലക്ഷ്യത്തിൽ നിന്നും തെറ്റിപ്പോയാൽ, വിശ്വാസ ജീവിതത്തിൽ നിന്നും സ്വയമായി നാം എന്ത് ചെയ്യും? വഴുതിപ്പോയാൽ വേറൊരു യാഗവും ശേഷിക്കുന്നില്ല. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വേദഭാഗം വായിച്ചതാണെങ്കിലും യാക്കോബ് അപ്പോസ്തലൻ ഒന്നുകൂടെ അതിനെപ്പറ്റി പറയുകയാണ്. 1-ാം അധ്യായം തന്നെ 14 വാക്യം വായിച്ചേ. യാക്കോബ് അതിനെപ്പറ്റി ആഴമായിട്ട് ഒന്നുകൂടെ ചേർത്ത് പറയുകയാണ്. എങ്ങനെയാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ദൈവത്തിൽ നിന്ന് മടന്നു പോകുന്ന അനുഭവം. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ അവന് വേണ്ടി ഒരു യാഗവും എന്ത് ചെയ്യുന്നില്ല? ശേഷിക്കുന്നില്ല. പക്ഷെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, സ്വന്തം മോഹം എന്ന് പറഞ്ഞാൽ സ്വയമായി മോഹിക്കുകയാണ്. ഈ ദൈവം എനിക്ക് വേണ്ട, ഈ കർത്താവിന് എനിക്ക് വേണ്ട, ഈ വിശ്വാസം എനിക്ക് വേണ്ട എന്ന് പറയുന്ന
വ്യക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നൊരു ഭാഗം എന്താണ് പറയുന്നത്? അവർ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു, അവർക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അവർ തിരിഞ്ഞു വരണമെങ്കിൽ ഞാൻ പറയുന്നു, നിശ്ചയമായി ചിലരുടെ കണ്ണുനീരോ അല്ല എന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് ദൈവത്തോട് നിലവിളിക്കല്ലാതെ അതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഓർക്കണം, വിശ്വാസ ജീവിതം പരിശോധനകളിലൂടെ അല്ലെങ്കിൽ പരീക്ഷകളിലൂടെയോ അല്ലെങ്കിൽ സ്തോത്രം പരിശോധനകളിലൂടെയോ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങൾ കർത്താവ് നിശ്ചയമായി നമ്മോട് ക്ഷമിച്ച് കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ കർത്താവിൻ്റെ സഹായം നഷ്ടപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് സ്വയമായി വഴുതിപ്പോകുന്ന അനുഭവമാണെങ്കിൽ നിശ്ചയമായി ഒന്നുകിൽ നാം തിരിഞ്ഞു വന്ന് ദൈവത്തോട് നിലവിളിക്കണം. അല്ല എങ്കിൽ അതിൽ രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് ചിലരുടെ കണ്ണുനീരുകൾ വൃഥാവായി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിശ്ചയമായി ചിലരുടെ കണ്ണുനീരുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. ഇതാണ് ദൈവത്തെ അറിയാതെ പോകുന്ന വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി ഒരു യാഗവും എന്ത് ചെയ്യുന്നില്ല, ശേഷിക്കുന്നില്ല. എന്നാൽ ഇവിടെ പറയുന്ന ഭാഗം വിവിധമായ പരിശോധനകളിലും അതുപോലെ വിവിധമായ പരീക്ഷകളിലൂടെയും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ സ്തോത്രം ദൈവവുമായിട്ടുള്ള വിശ്വാസം അല്പം കുറഞ്ഞു പോയാൽ നിശ്ചയമായി കർത്താവ് നമ്മെ സഹായിക്കുവാനിടയായിത്തീരും. രണ്ടാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചാലേ അതിൻ്റെ ആധാരം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ വാക്യം വായിച്ചേ. ഇവിടെ ഒരു ഭാഗം പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, വിശ്വാസ ജീവിതം നാം മുമ്പോട്ട് പോകുമ്പോൾ വിവിധമായ പരീക്ഷകളിലും പരിശോധനകളും അകപ്പെടുമ്പോൾ അത് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അശേഷം സന്തോഷമെന്നുണ്ണുവിൻ. എൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിൽ വിശ്വാസ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അതിനകത്തു വരുന്ന പരിശോധനകൾ, അതിനകത്തു വരുന്ന ചില പ്രത്യേകമായ പരീക്ഷകൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നിശ്ചയമായി നാം ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, അത് നിങ്ങളെ സ്ഥിരതയുള്ളതാക്കുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കേണ്ട അനുഭവമാണ് യാക്കോബ് അപ്പോസ്തലൻ. അപ്പോൾ ഓർക്കണം, ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ, പ്രയാസങ്ങളെല്ലാം എന്തിനാണ് യാക്കോബ് പറയുന്നത്? നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ സ്ഥിരതയുള്ളതാക്കുന്നു. ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ നമുക്കൊന്ന് പറയാൻ കഴിയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വരുന്ന, എൻ്റെ തലമുറമേൽ വരുന്ന, എൻ്റെ കുടുംബങ്ങളിൽ മേൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും അവരെ സ്ഥിരതയുള്ളവനാക്കുന്നു എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? കർത്താവിൽ സന്തോഷിപ്പിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ സന്തോഷിപ്പിക്കുവാൻ ഒരിക്കലും പിശാച് നമ്മെ അനുവദിക്കത്തില്ല. മനസ്സിലായോ? ഇവിടെ പറയുന്നത് എന്തുവാണ്? പരിശോധനകളും പ്രതികൂലങ്ങളും സന്തോഷിക്കണം എന്തോർത്ത് നമ്മെ ആത്മീക ജീവിതത്തെ സ്ഥിരപ്പെടുത്തുന്നതാണ്. ഈ പ്രതികൂലങ്ങളും പ്രയാസമെന്ന് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല സ്വാഭാവികമായി. പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ ദൈവസഭയോട് പറയുന്നു, നിങ്ങൾ സ്ഥിരതയുണ്ടാക്കുന്നു. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ നമ്മെ നിലനിർത്തുവാൻ നമ്മെ സ്ഥിരപ്പെടുത്തുന്നു എന്നറിഞ്ഞ് എന്ത് ചെയ്യണം? നാം സന്തോഷിക്കുവാൻ ഇടയായിത്തീരണം. ഒരു കാര്യം ഓർക്കണം, ദൈവജനത്തെപ്പറ്റി അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ദൈവജനത്തെ എങ്ങനെയും എന്ത് ചെയ്യണം? ആ സ്ഥിരത നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സന്തോഷങ്ങളെ ദുഃഖങ്ങളാക്കി മുൻപിൽ നിർത്തുന്ന ഒരു തന്ത്രമാണ് പൈശാചിക തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് രക്ഷപ്പെട്ടു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ സന്തോഷിക്കണമെങ്കിൽ യാക്കോബ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചുമ്മാ എന്നും നമുക്ക് ഈ പ്രതികൂലങ്ങളും പ്രയാസത്തിനിടയിൽ സന്തോഷിക്കാൻ വേണ്ടി പറ്റത്തില്ല. എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്? നമുക്ക് ചില വേദഭാഗങ്ങൾ യാക്കോബിൻ്റെ ലേഖനത്തിലൂടെ തന്നെ നമ്മൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക്
എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ അത് നമ്മെ സ്ഥിരപ്പെടുത്തുന്നു എന്ന് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുന്നത്? 4-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ ഓർക്കണം, ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മെ നിലനിർത്തുന്ന സ്ഥിരമായ വിശ്വാസം അനുഭവിക്കുന്ന ഒരു ലോകത്തിലല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ലോകത്തിലല്ല നാം ജീവിക്കുന്നത്. നമ്മൾ ഏത് വിധേനയും സ്ഥിരതയില്ലാത്തയാക്കുന്ന അനുഭവത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നൊരു ഭാഗം അതെങ്ങനെ കഴിയും? അതിലൊന്നാമത്തെ 4-ാം വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ കഴിയണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിർത്തുന്ന ചില സ്വഭാവങ്ങൾ നമ്മളിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. യാക്കോബ് അപ്പോസ്തലൻ ചുമ്മാ പറഞ്ഞു പോകുന്നില്ല, അതെങ്ങനെ നമുക്ക് ജീവിക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഓർക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ചില സ്വഭാവങ്ങൾ? നമുക്കറിയാം, അതിൻ്റെതായ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കാണ് സാധിക്കും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 5-ാമത്തെ വാക്യം, അതിലുള്ളതായ പ്രവൃത്തികൾ, അതായത് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് കാണുവാൻ സാധിക്കും. മതി. ഇവിടെ 1-ാമത്തെ പറയുന്നത് ഞാൻ പറഞ്ഞു, ഒന്ന്, ദൈവജനം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സ്ഥിരത ഉള്ളാതിരിക്കുവാൻ ആഗ്രഹിക്കുന്നതിന് കാരണം എന്താണ് കാരണം? ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പരീക്ഷകളും കടത്തിവിടുമ്പോൾ അതെന്തിനാണ്? നമ്മെ വിശ്വാസ ജീവിതത്തിൽ സ്ഥിരത ഉള്ളവനാക്കാനാണ്. ആ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്ത വേണം. ഈ ചിന്ത വരണമെങ്കിൽ ദൈവോധന യാക്കോബ് അപ്പോസ്തലൻ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇവിടെ പറയുന്നു. 1-ാമത്തെ കാര്യം എന്താണ്? അതിന് തക്കതായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. 4-ാമത്തെ വാക്യം എന്താണ് വായിച്ചത്? അതിന് തക്കതായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്ന് പറയുന്നു. 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 5-ാം വാക്യം വായിച്ചു. 1, നമ്മളിൽ ഒരുവൻ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഉള്ളവരിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവായി വന്നാൽ, ഈ ജ്ഞാനം എന്ന വാക്ക് ജ്ഞാനം മാത്രമല്ല ഇവിടെ പറയുന്നത്, എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ആ കുറവിനെ ഫൽസിക്കാതെ, ആ വ്യക്തിയെ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമേ നൽകുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി എന്ത് ചെയ്യണം? എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ ദൈവസഭയോട് ഈ ഒരു വിഷയം സംബന്ധിച്ച് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം എന്നാണെന്നറിയാമോ? ഞാൻ പറയുന്നത്, ദൈവസഭ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന തലയുടെ ഉടലാണ് ദൈവസഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. ആ അവയവങ്ങൾ ഒരുപോലെ വളർന്നാലേ ആ വ്യക്തിയെ കൊണ്ടൊരു പ്രയോജനമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവസഭ യഥാർത്ഥത്തിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന എല്ലാ അവയവങ്ങളും ഒരുപോലെ വളരണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു കുഞ്ഞിൻ്റെ കൈ മാത്രം വളർന്നു വന്നാൽ ചിന്തിച്ചു നോക്കിയേ, ആ ഉടലൊന്നും വളരുന്നില്ല. എന്താ, ഒരു പ്രയോജനമുണ്ടോ? ഇല്ല. തല മാത്രം വളർന്നു വരുന്നു, ശരീരമൊന്നും വളരുന്നില്ല. എന്താ കാര്യം? കണ്ണ് മാത്രം വളർന്നു വരുന്നു, മൂക്ക് മാത്രം വളർന്നു വരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം മാത്രം വളർന്നു വന്നാൽ അത് ശരിയായ ഒരു പ്രകൃതമല്ല. അങ്ങനെയാണെങ്കിൽ ഓർക്കും, ദൈവജനവും അങ്ങനെ തന്നെ. ദൈവസഭ ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ വിളിച്ചു വേദനിക്കപ്പെട്ട സഭയുടെ ക്രിസ്തു എന്ന തലയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയുടെ അവയവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇവിടെ പറയുന്നു, എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അവരെ ഫൽസിക്കാതെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ദൈവസഭയിലുള്ള എല്ലാ വ്യക്തികളും ദൈവം അവരവർക്ക് കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം വളരാൻ നാം അനുവദിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്നാണെന്നറിയാമോ? വിശ്വാസ ജീവിതം സ്ഥിരതയുള്ള ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവർ
പരിപൂർണരല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ സഹായ തൽപരായി അവരെ ക്രിസ്തുവിൽ നിലനിർത്തുവാൻ നാം തയ്യാറായിരിക്കണം. അതിന്റെ അർത്ഥം എന്നാ? മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ആത്മീക ചിന്തയുള്ളവരായിരിക്കണം ദൈവസഭ. അങ്ങനെ വന്നാൽ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ, നിങ്ങൾ പ്രതികൂലങ്ങൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടേതായ ആ കെയറിങ്ങും സ്വർഗത്തിലെ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ചില വ്യക്തികളെ ഒന്നുമില്ലായ്മ സമയത്ത് ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? സഹായിക്കാറുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ തലമുറകൾ എന്ത് ചെയ്യും? ഒന്നുമില്ലായ്മയുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വിദേശങ്ങളിലും പല രാജ്യങ്ങളിൽ പോലും വളരെ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ അന്ന് അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒന്നുമില്ലായ്മയെ സഹായിച്ചവരുടെ മുഖം ഒരിക്കലും മറന്നു പോകാറില്ല. മനസ്സിലായോ? ലൗകികപരമായി അങ്ങനെയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത്, ദൈവസന്നിധിയിൽ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മോട് കൂടെയുള്ള വ്യക്തികൾ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു കുറവ് അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ കടപ്പെട്ടാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അധൈര്യപ്പെടുന്ന മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം അവരെ കൊണ്ട് നമ്മെ ഒന്ന് എന്ത് ചെയ്യും? ബലപ്പെടുത്തുവാനിടയായി തീരും. ഇത് വലിയൊരു തത്വമാണ് കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ദൈവസഭയെ സംബന്ധിച്ച് 5 വിധമാകുന്ന മിനിസ്ട്രീസ് ഉണ്ട്. ദൈവസഭ ഒരുപോലെ വളരേണ്ടതാണ്. ഞാൻ പലപ്പോഴും പറയുന്ന ഭാഗമാണ്. ദൈവസഭയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? 1, ഇടയന്മാരുണ്ട്. 2, അപ്പോസ്തലന്മാരുണ്ട്. പ്രവാചകന്മാരുണ്ട്. ഉപദേഷ്ടാക്കന്മാരുണ്ട്. അതിനോടൊപ്പം തന്നെ സുവിശേഷകന്മാരുണ്ട്. ഇപ്പോൾ 5 മിനിസ്ട്രിയും എന്തിനാണ് ദൈവസഭ എത്തിക്കുന്നത് അറിയാമോ? എന്തിനാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകം ഒരു ദൈവസഭയ്ക്കകത്ത് 5 വിധமான മിനിസ്ട്രി വേണമെന്ന് പറഞ്ഞതിന് കാരണം എന്നാണെന്നറിയാമോ? ഈ 5 മിനിസ്ട്രിയെ കൊണ്ടാണ് കർത്താവ് ദൈവസഭയെ നിലനിർത്തുന്നത്. ഒരു ഇടയന്റെ ചുമതല എന്താണ്? ഇവിടെ വരുന്ന വ്യക്തികളെ പരിപാലിക്കുക, ദൈവസഭയെ അല്ലെങ്കിൽ ആടുകളെ പരിപാലിക്കുക. സുവിശേഷയുടെ ദൗത്യം എന്താണ്? സുവിശേഷവുമായി ഗോ ആൻഡ് പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കുക. എന്താണ്? മത്തായി 28-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്താണ് പറയുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പത്തക്കവണ്ണം സകല ജാതികളെ ശിഷ്യരായി കൊള്ളുവിൻ. ഇത് പ്രത്യേകിച്ച് എല്ലാവർക്കുമുള്ള ദൂതാണെങ്കിലും ഒരു സഭയിൽ ദൈവ സുവിശേഷകന്മാരായി ദൈവ അഭിഷേകം ചെയ്യപ്പെട്ടവരുടെ ദൗത്യമാണ്. അപ്പൊ സുവിശേഷകന്മാർ, ഉപദേശകന്മാരുടെയോ? ഉപദേശം മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ ഉപദേശം, ആവശ്യമായ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുവാൻ ദൈവം അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത് പ്രവാചകന്മാരുടെയോ? പ്രവാചകന്മാരുടെ എന്താണ്? കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്നും അകന്നുപോയ സാഹചര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് അവരെ ആത്മീകത്തിൽ നിലനിർത്തുന്നതാണ് പ്രവാചകന്റെ ദൗത്യം. ഇനി അപ്പോസ്തലന്മാരോ? ഈ ദൈവസഭയ്ക്കകത്ത് ഒരു ഉണർവ് നടക്കുമ്പോൾ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ഈ സഭയെ പോലെ തന്നെ അതിനകത്തുള്ള എല്ലാ മിനിസ്ട്രികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അനേകം സഭകളെ മെനയുവാനും പ്ലാൻ ചെയ്യുവാനും ദൈവം അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കണം, ഈ മിനിസ്ട്രികളെല്ലാം ദൈവസഭയ്ക്കകത്ത് വേണം. നമുക്കൊന്ന് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ? കർത്താവേ, ഞങ്ങളുടെ സഭ ദൈവത്തിൻ്റെതായ എല്ലാ മിനിസ്ട്രികളാലും നിറയപ്പെട്ടൊരു സഭയായി തീരണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇന്ന് ദൈവസഭയ്ക്കകത്തൊന്നും ആഴമായി കരങ്ങളടിച്ചാൽ പോലും, ഞാൻ അടിച്ചതിനേക്കാളും വേർവെത്തി കരങ്ങളടിച്ചാൽ അവർക്ക് പിടിക്കുന്നില്ല. ഞാൻ പറയുന്ന അന്യഭാഷകൾ അല്പം കൂടെ ശബ്ദമുയർത്തിയൊരെന്നുള്ള ഒരാൾ അന്യഭാഷ പറഞ്ഞാൽ കഴിയുന്നില്ല, അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ആരാധിച്ചാലോ, ആരാധിക്കുന്ന കാര്യത്തിൽ പോലും അവർക്കൊന്ന് ക്ഷമിക്കുവാൻ കഴിയാതെ,
ഒന്ന് ഉയർന്നു പോയാലോ, സാമ്പത്തികമായി ഉയർന്നു പോയാലോ, കുടുംബപരമായി ഉയർന്നു പോയാലോ, നല്ലൊരു കുടുംബജീവിതം കിട്ടിയാലോ മറ്റുള്ളവർക്ക് സഹിക്കുന്നില്ല. പക്ഷെ ദൈവവചനം പറയുന്നു അങ്ങനെ ആകരുത്. നിങ്ങൾ കുറവില്ലാത്തവരിൽ അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുപോലെ വളരുവാനുള്ള ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ആ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന്. ഒന്ന്, ആർക്കെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ആ കുറവ് നിർത്തണമേ. ഞാൻ ഈ സഭയെ സംബന്ധിച്ച് ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളായിരിക്കുന്ന അവരവരായിരിക്കുന്ന സഭകളിൽ ഇങ്ങനെയുള്ള സുവിശേഷകന്മാർ ഇല്ലാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ചുമ്മാ വെറുതെ പറഞ്ഞ് എന്തൊക്കെ കാര്യത്തിനു വേണ്ടി പണം നേടുവാനൊക്കെയുള്ള ഒരു വഴിപോക്കായി തീർന്ന അനുഭവമല്ല. ദൈവസഭയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള, ദൈവവിശ്വാസികൾക്ക് പ്രയോജനകരമായിട്ടുള്ള, ദേശത്തിന് പ്രയോജനകരമായിട്ടുള്ള ചില പ്രവാചകന്മാർ യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭകൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അതെങ്ങനത്തെ പ്രവാചകന്മാരെന്നറിയാമോ? കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം, കർത്താവിൻ്റെ വാക്ക് പ്രകാരം ദൈവത്തിൻ്റെ വായായി പ്രവർത്തിക്കുന്ന ചില പ്രവാചകന്മാർ ദൈവസഭ എഴുന്നേൽക്കണം. ചില ഉപദേശകന്മാർ എഴുന്നേൽക്കണം. ചില സുവിശേഷകന്മാർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കണം. നിശ്ചയമായി ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ദൈവം ഈ തരത്തിൽ എന്തായിട്ടാണ് അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ അവയവങ്ങളായ നമുക്കെല്ലാവരും ഒരുപോലെ വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, ഒന്ന്, നിങ്ങളിൽ ആരെങ്കിലും കുറവ് വന്നാൽ, മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് വരികയാണെങ്കിൽ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ശാരീരികപരമായിക്കൊള്ളട്ടെ, ആത്മീക ബൗദ്ധികപരമായ ഏത് വിഷയങ്ങളിൽ കുറവ് വന്നാൽ നിങ്ങൾ കൈവിടരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇതുപോലെ പ്രയാസങ്ങളുടെ കടന്നു വരും. നിങ്ങൾ ഇതുപോലെ വിഷയങ്ങളോട് എന്ത് ചെയ്യാം? കടന്നുവിടാൻ സാധ്യതയുണ്ട്. നിശ്ചയമായി എന്ത് ചെയ്യാണ്? അങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായി ഈ കാലയളവിൽ അനേകം പേരെ കൈ ഉയർത്തുന്നതിനൊപ്പം നമ്മൾ ദൈവസ്ഥ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഈ ആത്മീയ ജീവിതം ഇന്നത്തെ കാലയളവിലുള്ള അനുഭവങ്ങളെ ഓർത്ത് ഞാൻ വലുതാണെന്ന് പലരും ചിന്തിക്കാറുണ്ട്. നമ്മുടെ കണ്ണാടിയിൽ പോയാൽ എൻ്റെ ആരോഗ്യത്തെ ഓർത്ത്, നമ്മുടെ സൗന്ദര്യത്തെ ഓർത്ത്, നമ്മുടെ ജീവിതത്തെ ഓർത്ത്, നമ്മുടെ നിലവാരങ്ങളെ ഓർത്ത്, നമ്മളായിരിക്കുന്ന രാജ്യത്തെ ഓർത്ത്, നമ്മളായിരിക്കുന്ന ജോലിയെ ഓർത്ത്, നമ്മളായിരിക്കുന്ന ഭാവി മണ്ഡലങ്ങളെ ഓർത്ത്, നമ്മുടെ തലമുറകളെ ഓർത്ത് പലപ്പോഴും നാം അഭിമാനിക്കാറുണ്ട്. പക്ഷെ ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇന്ന് നിൽക്കുന്നത് പോലെ നാളെ നിൽക്കണമെന്നില്ല. എന്ത് ചെയ്യണം? നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല ബുദ്ധിയുള്ള സമയത്ത്, നല്ല ശരീരമുള്ള സമയത്ത് നാം ദൈവസന്നിധി അടുക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ദൈവസഭയോടും കേൾക്കുന്ന ദൈവജനങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, ഈ വരും കാലങ്ങളിൽ ചില പ്രത്യേകമായി ചില പ്രതികൂലങ്ങളുടെ കടത്തിവിടുന്ന കാലയളവിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്നുള്ള ആരോഗ്യങ്ങൾ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ, ഇന്ന് അനുഭവിക്കുന്ന ചില നന്മകൾ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ, നമ്മുടെ ദേശങ്ങളിൽ കടന്നു വന്നാൽ, നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നാൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇന്ന് നാം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി മനസ്സിലാകേണ്ട ഒരു അനുഭവമാണ്, കർത്താവേ ഞാൻ നിൽക്കുന്നത് കൃപയാലെന്ന് നാം പൂർണ്ണമായി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുക, ഒന്ന്, ആർക്കെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും, എന്നൂടെ പറഞ്ഞാൽ നമ്മോടൊപ്പമുള്ളവരെല്ലാവരും ഒരുപോലെ വളരാൻ നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രവൃത്തി നമ്മളുണ്ടായി. രണ്ടാമത്തെ ഭാഗം, 1-ാം 8-ാം വാക്യം. മതി. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇരുമനസ്സ് പാടില്ല. യാക്കോബ് അപ്പോസ്തലൻ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വിട്ടുമാകരുത്, നമ്മൾ വിശ്വാസ സ്ഥിരതയുള്ളവരായിരിക്കണമെങ്കിൽ ദൈവത്താലുള്ള ചില പ്രവൃത്തികൾ ഉണ്ടായിരിക്കണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് ആ പ്രവൃത്തികളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? ആർക്കെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുപോലെ വളരാൻ ശ്രമിക്കണം. രണ്ടാമത്തെ ഭാഗം പറഞ്ഞു, ഇരുമനസ്സ് പാടില്ല. ഇരുമനസ്സ്, രണ്ട് മനസ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലോകവും ദൈവവും, വിശ്വാസവും അവിശ്വാസവും, അതുപോലെ ദൈവത്തോടുള്ള സ്നേഹവും പിശാചുമായിട്ടുള്ള ഒരു കവനന്റും ഉടമ്പടിയും അഡ്ജസ്റ്റ്മെൻറ്റും, ഇതൊന്നും പാടില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇരുമനസ്സ് പാടില്ല. ഇരുമനസ്സ് പാടില്ല. ഇരുമനസ്സുണ്ടെങ്കിൽ അവൻ അസ്ഥിരനാണ്. സദസ്യത്തിൽ പറയുന്നു, ഇരുമനസ്സുള്ള പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അവൻ ഒരിക്കലും നിലനിൽക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ചില പരീക്ഷകളും പ്രതികൂലങ്ങളും കടന്നു വരുന്നതിന് മുൻപേ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഈ ഒരു തീരുമാനത്തോടെ ദൈവസന്നിധി ജീവിക്കുമെങ്കിൽ നമ്മുടെ ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ മനസ്സ് മാറത്തില്ല. സ്ഥിരതയുള്ളൊരു മനസ്സ് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഓർക്കണം, ഇരുമനസ്സ് പാടില്ല. ഏത് വിഷയത്തിനകത്തും ഒരു വിഷയം നാം ദൈവസന്നിധിയിൽ പറഞ്ഞാൽ, കർത്താവേ ഇങ്ങനെയായിരിക്കും പറയണം, കർത്താവേ അങ്ങേക്ക് ഈ വിഷയത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയും. 2024 നാം പ്രാർത്ഥിച്ച പല വിഷയങ്ങളുമുണ്ട്. ചിലതൊക്കെ നമ്മുടെ ജീവിതം നടന്നിട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നമുക്കൊന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം, ഒരു മനസ്സുണ്ടായിരിക്കണം. കർത്താവേ, നമ്മുടെ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇങ്ങനെ, കർത്താവേ എന്നെ ഈ വിഷയത്തിനകത്തുനിന്ന് അങ്ങേക്ക് വിടുവിക്കാൻ കഴിയും. വിടുവിക്കാൻ കഴിയുമെന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ എൻ്റെ ദൈവത്തിന് ഈ വിഷയത്തിനകത്ത് വിടുവിക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലേ? ശദ്രക മേശ അബേദ്നേഗോ എന്തോ പറഞ്ഞേ, ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയിൽ, അത് ഒറ്റക്കെട്ടായിട്ടാണ് പറയുന്നത്, എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പറയാൻ പറ്റുമോ, കർത്താവേ ഇന്ന് ഈ 2025 അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ കടഭാരങ്ങളും എൻ്റെ കർത്താവിന് അതിനെ പൂർത്തീകരിക്കുവാൻ കഴിയും. ഒറ്റ മനസ്സ്, ഇരുമനസ്സല്ല. പക്ഷേ അടുത്ത വാക്യം കൂടെ ചേർന്ന് പറയണം, കർത്താവേ അവിടെ പറയുന്ന എങ്കിലും അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലേലും എൻ്റെ കർത്താവിൽ നിന്നും വിട്ടുമാറത്തില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നേ? എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അടർത്തി മാറ്റുവാൻ ഈ ലോകത്തിലെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ മരണത്തിനോ വാളിനോ ഈ ലോകത്തിലെ ഒന്നും തന്നെ എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അടർത്തി മാറ്റാൻ കഴിയത്തില്ല. അവൻ്റെ അർത്ഥം എന്നാ? ഇതെല്ലാം അപ്പൻ്റെ പദ്ധതിയിലാണെന്ന് മനസ്സിലാക്കുവാൻ നാം ഒന്ന് സ്ഥിരപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇരുമനസ്സ് പാടില്ല. ലോകവും ദൈവവും പറ്റത്തില്ല, വിശ്വാസവും അവിശ്വാസവും പറ്റത്തില്ല. ദൈവവുമായിട്ടുള്ള സ്നേഹവും പിശാചുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്, ഹല്ലേലൂയ, ചില കോംപ്രമൈസുകൾ. എന്താണ് പിശാചുമായിട്ട് കോംപ്രമൈസ്? ചില വിഷയങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ചിലർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, പിശാചുമായിട്ട് പറയണം, പിശാച് നീ എന്നെ തൊടണ്ട, ഞാൻ നിൻ്റെ വിഷയം തൊടത്തില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ്. നോ. ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസത്തോടെ ജീവിക്കണം. ഒരു കാര്യത്തെ നാം വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മകളും സുഖവും ഒക്കെ അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ആദ്യം എന്തോ പറഞ്ഞേ? എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരിശോധനകളും, എല്ലാ അല്ലയോ സ്തോത്രം പരീക്ഷകളും അതെന്തിനാണ്? നമ്മെ സ്ഥിരതയുള്ളതാക്കുന്നു എന്നോർത്ത് സന്തോഷിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ പറയുന്നു ഒറ്റ മനസ്സ്, ഒരു മനസ്സ് വേണം. അടുത്ത് മൂന്നാമത്തെ ഭാഗം എന്താണ് വേണ്ടത്? 9-ാം വാക്യവും 10-ാം വാക്യവും 11-ാം വാക്യം, 1-ാം അധ്യായം തന്നെ 9, 10, 11. മതി. ഇവിടെ മൂന്നാമത്തെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, ഒന്ന്, നമ്മൾ മറ്റൊന്നിലും നാം പ്രശംസിക്കപ്പെടരുത്. നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഒരു നന്മയിലും പ്രശംസിക്കപ്പെടരുത്. കാരണം നിലനിൽക്കുന്ന ഒന്നുമില്ല. ഈ ലോകത്തിൽ കോടികൾ സമ്പാദിച്ച വ്യക്തികളായാലും ഇന്ന് ഇരുന്ന ഇരിപ്പിൽ മരിച്ചു പോയാൽ 6 അടി മണ്ണ് പോലും ചിലപ്പോൾ ലഭ്യമാകണമെന്നില്ല. കൊറോണ സമയത്ത്
ഒരു വലിയ കുഴി എടുത്തു വെച്ച് എത്രയോ ജനങ്ങളെ ഒരുമിച്ച് തള്ളിയിട്ട് എത്രയോ സാഹചര്യങ്ങൾ കാണും. ഒത്തിരി പണക്കാരും സമ്പത്തുള്ളവരും ഒക്കെയാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും സ്ഥിരമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പ്രസംഗകൻ പറഞ്ഞൊരു ഭാഗമാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഒരു കാറിൽ, ഏറ്റവും ഉയർന്ന നല്ലൊരു കാറിൽ ഇരുന്നു കൊണ്ട്, ആ കാറിൽ ഒരു ദേശത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നു, ഈ ഭൂമിയെ ഞാൻ കൈവശമാക്കും. എൻ്റെ പണവും എൻ്റെ പ്രശസ്തിയും കൊണ്ട്, എൻ്റെ പണം ഉപയോഗിച്ച് ഞാനിതിനെ എന്തു ചെയ്യും? കൈകാര്യം ചെയ്യും. ഞാനതിനെ കൈവശമാക്കും. പക്ഷേ ആ മണ്ണ്, ആ ഭൂമി തിരിച്ച് ആ മനുഷ്യനോട് പറയുന്നൊരു ഭാഗമുണ്ട്. നീ എത്ര എന്നെ വില കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞാലും ഒരു വിലയും കൊടുക്കാതെ ഞാൻ നിന്നെ ഒരു നാൾ സമ്പാദിക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു സുനാമിയോ ഒരു ലോകത്തിൽ ഏതെങ്കിലും പ്രയാസമോ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ബയോപ്സി ടെസ്റ്റ് മതി നമ്മുടെ സകല ചിരിയും നിൽക്കുവാൻ. അത്രയുള്ള ഈ ലോകത്തിൽ പ്രശംസിക്കപ്പെടാനൊന്നുമില്ല. ഇവിടെ പറയുന്നു, നിങ്ങളുടെ നന്മകൾ എന്ത് ചെയ്യരുത്? പ്രശംസിക്കപ്പെടരുത്. അങ്ങനെയുള്ള പ്രവൃത്തി നമ്മൾ ഉണ്ടായിരിക്കണം. അടുത്ത വാക്യം വായിച്ചേ, 13-ാം വാക്യം വായിച്ചേ. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കണമെങ്കിൽ, ഒന്ന് അതിനോടൊപ്പം പറയേണ്ട ഭാഗമാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ, അല്ല, ദൈവം ഇവിടെ പറയുന്നു ദൈവത്താലാണ് ഉണ്ടായെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? പറയരുത്. അവിടെ പറയുന്നു, അടുത്ത വാക്യം എന്താണ്? ഇവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗമാണ്. കഷ്ടതയെപ്പറ്റി പഠിച്ചപ്പോൾ അതിലൊരു പറയാതെ പോയൊരു ഭാഗമാണ്. ദൈവവചനം പറയുന്നു ദൈവം നമ്മെ പരീക്ഷിക്കും. പക്ഷെ ഇവിടെ വചനം പറയുന്നു ദൈവം നമ്മെ പരീക്ഷിക്കുമ്പോൾ തന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കും ദൈവമല്ല. അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദോഷങ്ങളോ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയോ, നമ്മൾ അനുഭവിക്കുന്ന വ്യാകുലതയോ, അതൊക്കെ ദോഷമായി കർത്താവ് നമ്മൾ പരീക്ഷിക്കുകയല്ലേ? അല്ല. ഞാനൊരു കാര്യം പറയാം. ഒരു ദൈവമകനെ സംബന്ധിച്ച് കർത്താവിനറിയാം ഏത് വഴി കൂടെ പോകണമെന്ന്. ആ വഴിയെ കർത്താവ് എന്ത് ചെയ്യും? നടക്കും. മറ്റുള്ളവർ നോക്കുമ്പോൾ ദോഷമായി തോന്നിയാലും കർത്താവ് അത് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി പ്രകാരം. ഉദാഹരണം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കുഞ്ഞ് ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ അന്ന് രാത്രി ഉറങ്ങത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടായിരിക്കും ചിലപ്പോൾ. കാരണം ചിലർക്ക് ചോക്ലേറ്റ് അലർജിയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഒരു കുഞ്ഞിന് ചോക്ലേറ്റ് അലർജിയാണെന്ന് വിചാരിക്കുക. ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ അന്ന് രാത്രി ഉറങ്ങത്തില്ല, അത്രയും അധികം കഷ്ടപ്പെടും. ഇത് ആർക്കറിയാം? അപ്പനും അമ്മയ്ക്കും അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ കടന്നു എന്ന് വിചാരിച്ചോണം. ഒരു ചോക്ലേറ്റ് ആ കുഞ്ഞിൻ്റെ കരങ്ങളിൽ കൊടുത്താൽ എടുത്ത് പൊട്ടിച്ച് കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ആ അപ്പനും അമ്മയും എന്ത് ചെയ്യും? തടയും. ശരിയാണോ അല്ലയോ? തടയോ ഇല്ലയോ? അതിനെന്ത് ചെയ്യും? മേടിക്കും. എന്നിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവർ പോലും കൊടുക്കാതെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? കൊടുക്കും. ഇത് വരുന്ന ഗസ്റ്റ് നോക്കുമ്പോഴും ചുറ്റുവട്ടം നോക്കുമ്പോഴും എന്താണ്? വളരെ മ്ലേച്ഛകരമായി പോയി. ശരിയാണോ? വളരെ ദോഷമായി. കാരണം ഒരു കുഞ്ഞ് ഒരു ചോക്ലേറ്റ് ആർത്തിയോടെ എടുത്തു കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്ന മാതാവും പിതാവും. സ്തോത്രം. ഇത് മറ്റുള്ളവർക്ക് ദോഷകരമായി തോന്നുന്നത്. പക്ഷേ അവരെ മെനഞ്ഞ അപ്പനും അമ്മയ്ക്കും അറിയാം ഇത് ദോഷത്തിന് വേണ്ടി അല്ല ഞാനതിനെ പിടിച്ചു മേടിച്ചത്. മറ്റുള്ളവരെന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ചില വേദനകൾ അനുഭവിക്കാതിരിക്കാനാണ്, മുൻപോട്ടുള്ള ജീവിതത്തിൽ ചില സ്ഥിരതയോടെ, ആരോഗ്യത്തിൽ സ്ഥിരതയോടെ നിൽക്കാനാണ് ഈ ഒരു കഷ്ടത അവളുടെ ജീവിതത്തിൽ വരുത്തുന്നു എന്ന് ആ കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുണ്ടായ വേദന അത് നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന അപ്പനും അമ്മയ്ക്കും അറിയാം ഇത് ദോഷമായിട്ടല്ല, ഇത് നന്മയ്ക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവം ചില പ്രതികൂലങ്ങൾ കടത്തിവിടുന്നത് നമ്മെ വിശ്വാസത്തിൽ നമ്മെ പൂർണ്ണതയുള്ളവരാക്കാനാണ്. അപ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് ദോഷമായെന്ന് അവർ ചിന്തിച്ചാലും നമ്മൾ പറയരുത്, സന്തോഷത്തോടെ സ്വീകരിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദന, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതികൂലം എൻ്റെ ദൈവം എന്നെ ആത്മീയത്തിൽ നിർത്തുവാനാണ്. കർത്താവേ, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം പലപ്പോഴും പറയുന്നൊരു ഭാഗമാണ്. സ്വന്തം കുഞ്ഞ് 14 ദിവസമായി മലേറിയയായി ബാധിച്ച്
അവസാനമായി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, ആ ദൈവദാസൻ ഹല്ലേലൂയ സ്തോത്രം സാധു കൊച്ചിന് ഉപദേശി തനിക്ക് മനസ്സിലായി തൻ്റെ കുഞ്ഞ് ഈ ലോകം വിട്ടു പോകുവാനിടയായി തീർന്നു. ആ കുഞ്ഞിനെ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ആ പായി ചുരുട്ടി വെച്ചിട്ട് ഞാൻ ശുശ്രൂഷയിൽ കടന്നു പോയിട്ട് വരാം, ദൈവസഭയെ അറിയിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ശുശ്രൂഷ കഴിഞ്ഞ് തിരിഞ്ഞു വന്ന് അവർ ഒരുമിച്ച് ചേർന്ന് അവർ പാടിയ പാട്ടാണ്, ദോഷമായിട്ടൊന്നും തന്നെ എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും ഞാൻ അവനായി ജീവിക്കും എന്ന് പൽക്കാലം ഓർക്കണം. ദൈവവചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ദോഷമായി എന്നെ ഹല്ലേലൂയ പരീക്ഷിക്കുന്നു എന്ന് നാം പറയരുത്. ലോകക്കാർ എന്തൊക്കെ തന്നെ പറയട്ടെ, സമൂഹം ചുറ്റുമുള്ള നമ്മളെപ്പറ്റി എന്തൊക്കെ തന്നെ പറയട്ടെ, അവർ ദൈവത്തെ വിളിച്ചിട്ട് എന്ത് പ്രയോജനം, ഈ ദൈവത്തെ വിളിച്ച് എന്ത് പ്രയോജനമെന്ന് സമൂഹം മുഴുവൻ പറയട്ടെ. പക്ഷെ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ പ്രതികൂലത്തിൻ്റെ അകത്തും കർത്താവിന് ചിലത് പഠിപ്പിക്കുവാനുണ്ട്. നമ്മളെ ആരോഗ്യം നമ്മൾ നിലനിർത്തുവാനാണ് ചില പ്രതികൂലങ്ങൾ കടത്തിവിട്ടത്. കണ്ണുകൾ മൂടാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം വളരെ ശാന്തമായി കേട്ട ദൈവവചനങ്ങൾ വളരെ ഈടുറ്റതായ ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം കേൾക്കുവാനിടയത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുക മാത്രമല്ല, മാനസാന്തരപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെടുക മാത്രമല്ല, സ്നാനപ്പെടുക മാത്രമല്ല, പരിശുദ്ധാത്മാവിഷം പ്രാപിക്കുക മാത്രമല്ല, അതുപോലെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ഇതിലൊക്കെയും നിലനിൽക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നിലനിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മെക്കുറിച്ച് വ്യക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൻ്റെ പരിശോധനകളും പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ പലപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്ന പല വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഇരുമനസ്സുള്ളവരായി നമ്മൾ പലപ്പോഴും തകർന്നു പോയ മേഖലകളിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു നമുക്കൊരു തികഞ്ഞൊരു വിശ്വാസം, സ്ഥിരതയുള്ള വിശ്വാസം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മെ അസ്ഥിരപ്പെടുത്തുന്ന ഒരുപാട് ശത്രുവിൻ്റെ പദ്ധതികൾ എയ്യുമ്പോഴും, അവൻ ചില പദ്ധതികൾ എയ്യുമ്പോഴും അതിനകത്ത് നാം പറയണം, കർത്താവേ, എൻ്റെ ദൈവം ദോഷമായി ചെയ്യും ദൈവമല്ല. എൻ്റെ ഈ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതികൂലങ്ങൾക്കായി നന്ദി കർത്താവേ. എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ നന്മകൾക്കായി, എല്ലാ തിന്മകൾക്കായി നന്ദി എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പ്രവർത്തികൾ നമ്മൾ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ദൈവം എനിക്ക് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. ദൈവം എനിക്ക് നൽകിയ എല്ലാ തിന്മകൾക്കായി സ്തോത്രം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ വിധകളെയും കർത്താവ് നന്മയ്ക്കായി തീർക്കും ദൈവമായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 2025 കർത്താവ് അനുഭവിക്കുന്ന എല്ലാ നന്മകളും തിന്മകളും അവരുടെ ജീവിതത്തെ വിശ്വാസ സ്ഥിരതയുള്ളതായി തീർക്കുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, ചുറ്റുമുള്ളവർ ലോകവും എന്തൊക്കെ തന്നെ പറയട്ടെ, അപ്പാ, ഞാൻ ഒരിക്കലും പറയത്തില്ല ദോഷമായി ദൈവം പരീക്ഷിക്കും ദൈവമെന്ന് ഞാൻ പറയത്തില്ല. കർത്താവെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും, എൻ്റെ തലമുറകൾക്ക് വേണ്ടി എന്ത് ചെയ്താലും, കർത്താവെ, അപ്പനറിയാ സംഭവിക്കുക എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും. കർത്താവെ, ഈ ദൈവസഭയെയും കേൾക്കുന്ന ഓരോ വ്യക്തികളെയും സ്ഥിരതയുള്ള വിശ്വാസത്തിന് ആധാരമായി നിർത്തുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് ഞങ്ങളുടെ പ്രാർത്ഥനയാചനം കേട്ടവയ്ക്കായി സ്തോത്രം. സ്വർഗം സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരേഹോവായേ മനസലിയുടയ മഹോന്നത ഭരണി വന്ദനം നിനക്കാമേ. ഓ മനസലിയുടയ മഹോന്നത ഭരണി വന്ദനം നീന. ദൈവം നമ്മുടെ പ്രാർത്ഥനയാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനപ്രകാരം നമ്മൾ നിലനിൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം.
ഈ 2025 അനുഭവിക്കുന്ന എല്ലാ വിശ്വാസത്തിൻ്റെ പരിശോധനകളും പ്രതികൂലങ്ങളും പരീക്ഷകൾക്കിടയിൽ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ സ്ഥിരതയുള്ളതാക്കി തീർക്കുന്നു എന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. നാട്ടിലായി ദൈവദാസനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയെ ദൈവം അനുഗ്രഹിച്ചവയ്ക്കായി സ്തോത്രം ചെയ്യാം. സൂമിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നവയ്ക്കായി സ്തോത്രം ചെയ്യാം. വിവിധമായ മാധ്യമങ്ങളുടെ ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പിതാവ് ദൈവസ്നേഹവും നമ്മെ ദിനംതോറും ആശ്വസിപ്പ് വഴിനടത്തുന്ന പരിശുദ്ധ സഹവാസം കൂട്ടെ ഇന്ന് ശേഷിച്ചാൽ ലോകാന്ത്യം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാണ്ട് മഹത്വം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. സന്തോഷത്തോടെ